ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണാൻ കഴിയും. സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്ന ചാപ്റ്ററിലെ ഒരു കിഡിലൻ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ മരണമാസാണ്, നിങ്ങൾ പൊളിയാണ്. സോ ഇതിന്റെ ഫൈനൽ ആൻസർ വരിക 30.144 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഈ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ഈ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് കാണാം. ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. സോ മുഴുവനായിട്ട് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലായിക്കൂടാ. തുടങ്ങിയാലോ? യെസ്. എ റൈറ്റ് ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ആർ 3 centimeter and 4 centimeter is made to revolve about its hypotenuse. ഈശ്വര. ഓക്കെ. Find the volume of the double cone so formed. സോ നമുക്ക് ആദ്യം അവർ പറഞ്ഞ സാധനം നോക്കാം. എന്താ? എ റൈറ്റ് ട്രയാങ്കിൾ whose sides are 3 centimeter and 4 centimeter. നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കാം. 3 centimeter 4 centimeter ഉള്ള. ആൻഡ് എന്താ? റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ എത്രയാ? 90 degree. ആൻഡ് which is made to revolve about its hypotenuse. എന്ന് വെച്ചാൽ എന്താ? made to revolve about its hypotenuse. അതായത് ഹൈപ്പോട്ടിനിയസിനെ വെച്ചിട്ട് അത് ഇങ്ങനെ റിവോൾവ് ചെയ്യിച്ചു. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. എന്നിട്ടോ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ഡബിൾ കോൺ സോ ഫോംഡ്. അങ്ങനെ റിവോൾവ് ചെയ്യിക്കുമ്പോൾ ഡബിൾ കോൺ ഉണ്ടാവുന്നു. അതെങ്ങനെയാ ഉണ്ടാവുക? ഞാൻ കാണിച്ചു തരാം. യെസ്, നോക്കൂ. റൈറ്റ് ട്രയാങ്കിൾ ഞാൻ ഇങ്ങനെ റിവോൾവ് ചെയ്യിക്കാം. എബൌട്ട് ഇറ്റ്സ് ഹൈപ്പോട്ടിനസ്. ഹൈപ്പോട്ടിനസ് കുത്തനെ അനക്കാണ്ട് വെച്ചിക്ക്. നിങ്ങൾ ആ ഹൈപ്പോട്ടിനസ് നോക്കി കുത്തനെ അനക്കാണ്ട് വെച്ചിക്ക്. എന്നിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ മേലെ ഒരു കോണ്, താഴെ അങ്ങനെ ഒരു കോണ്. അങ്ങനെയല്ലേ ഉണ്ടാവുക? നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ അല്ലേ? സോ മേലെയും കോണ്, താഴെയും കോണ്. അതിനെയാണ് അവർ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഡബിൾ കോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. 2 കോൺ, ഡബിൾ. അത്രയേ ഉള്ളൂ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് ദ ഡബിൾ കോൺ സോ ഫോംഡ് ആണ്. അതായത് ഈ 2 കോണിന്റെയും വോളിയത്തിന്റെ ടോട്ടൽ സം. അതായത് മേലുള്ള കോണിന്റെ വോളിയം പ്ലസ് താഴെയുള്ള കോണിന്റെ വോളിയം. നമുക്ക് അതാണ് കാണേണ്ടത്. അതിന്റെ രണ്ടിന്റെയും സമ്മ്, 2 കോണിന്റെയും വോളിയത്തിന്റെ സമ്മ് കണ്ടാൽ മതി നമുക്ക്. സെറ്റ് അല്ലേ മക്കളെ? സോ ഇനി നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ഫിഗർ ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ കോൺ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫിഗർ വരച്ചിട്ടുണ്ട്. നോക്കുക. യെസ്, ശ്രദ്ധിക്കാം. ഇങ്ങനെ നമ്മൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ റിവോൾവ് ചെയ്യുമ്പോൾ അബൌട്ട് ഇറ്റ്സ് ഹൈപ്പോട്ടിനിയസ് നമ്മൾ റിവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് കോൺ ഉണ്ടാവുക. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടുപോയ. അപ്പൊ ഞാനിതൊരു പേര് കൊടുത്തു. ഈ ഒരു ഇത് പി, പിന്നെ ഇത് ക്യൂ, ഇത് ആർ, ഇത് എസ്, ഈ പോയിന്റ് ടി എന്ന് പേര് കൊടുത്തു. ഇത് 4 ആണ്, ഇത് 3 ആണ്. ആൻഡ് ഇത് എത്രയാ? 90 ഡിഗ്രി. നമുക്കറിയാം റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. അങ്ങനെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ. പി ആർ എന്ന് പറഞ്ഞാൽ എന്താ? പി ആർ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനിയസ് ആണ് അല്ലെ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്. സോ അതിന്റെ ലെങ്ത് എത്ര ഉണ്ടാവും മക്കളെ? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ, 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അഥവാ റൂട്ട് ഓഫ് 9 പ്ലസ് 16, അഥവാ റൂട്ട് 25, അഥവാ 5 എന്ന് കിട്ടി. ഓക്കെ, സെറ്റ്. അതവിടെ വെക്കാം. ഞാൻ ചോദിച്ചോട്ടെ മക്കളെ, നമുക്ക് ഒരു കോണിന്റെ വോളിയം കിട്ടണമെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? കോണിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? 1/3 πr square. സോ ബേസ് റേഡിയസ് 1/3 πr square. എന്താണ് ആർ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ആർ എന്ന് പറഞ്ഞാൽ കോണിന്റെ ബേസ് റേഡിയസ് ആണ്. ഇവിടെ 2 കോണിന്റെ ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഈ ലെങ്ത് അല്ലേ? 2 കോണിന്റെ ബേസ് സെയിം സർക്കിൾ ആണ്. 2 കോണിന്റെയും ബേസ് വരുന്നത് സെയിം സർക്കിൾ ആണ് മക്കളെ. സോ 2 കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനാണെങ്കിലും ബേസ് റേഡിയസ് ആയിട്ടുള്ള, കോമൺ ബേസ് റേഡിയസ് ആയിട്ടുള്ള ആർ നമുക്ക് കണ്ടുപിടിക്കണം. ആ ആർ എന്ന് പറഞ്ഞാൽ ഈ ക്യു എസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്യു എസ് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാന്ന്. നിങ്ങൾ ഇവിടെ 2 ട്രയാങ്കിൾ ഫോം ചെയ്ത് കണ്ടോ? ഏതൊക്കെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പി ക്യു ആർ, ഈ വലിയ ട്രയാങ്കിൾ, അതേപോലെ ട്രയാങ്കിൾ ക്യു എസ് ആർ, ഈ ചെറിയ ട്രയാങ്കിൾ. ആ 2 ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ പി ക്യു ആർ ആൻഡ് ട്രയാങ്കിൾ ക്യു ആർ എസ്. ഈ 2 ട്രയാങ്കിളും മക്കളൊന്ന് നോക്കുക. ഈ 2 ട്രയാങ്കിളും എന്തൊക്കെയാ ഈക്വൽ ആയിട്ട് വരുന്നത് മക്കളെ? നോക്കിയാ നിങ്ങൾ. ഈ ഒരു ആംഗിൾ, ഏതൊരു ആംഗിള്? പി ക്യു ആർ എന്ന ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാണ്. ആംഗിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു, അതേപോലെ ഈ ചെറിയ ട്രയാങ്കിൾ ഏതാ 90 ഡിഗ്രി ഉള്ളത്? ഈ ആംഗിൾ, അതായത് ആംഗിൾ ക്യു എസ് ആർ. രണ്ടും എന്താ? റീസൺ എന്താ? 90 ഡിഗ്രിയാണ്. 2 ആംഗിളും എന്താ?
90 ഡിഗ്രിയാണ്. അതേപോലെ നിങ്ങൾ നോക്ക്, ഈ ഒരു ആംഗിൾ ഏത് വലിയ ട്രയാംഗിൾ ആംഗിൾ PRQ ആംഗിൾ PRQ എന്ന് പറയുന്നത് എന്തിന് ഈക്വല? ചെറിയ ട്രയാംഗിളിലെ അതായത് ചെറിയ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് ട്രയാംഗിൾ അതാ ഈ ട്രയാംഗിൾ അതിലെ അതേ ആംഗിൾ തന്നെ ഏതാ ആംഗിൾ QRS ഈക്വൽ ആണ്. എസ് ആണ് എസ് ആണ്. റീസൺ എന്താ? രണ്ടാംഗിളും സെയിമാ. ഈ ആംഗിൾ ഈ ചെറിയ ട്രയാംഗിളിലെ ഒരു ആംഗിൾ ആണ്, അതേപോലെ ഈ വലിയ ട്രയാംഗിളിലെ ഒരു ആംഗിൾ ആണ്, അഥവാ കോമൺ ആംഗിൾ ആണ്. എന്താ ആംഗിളാ? കോമൺ ആംഗിൾ ആണ്. സെറ്റ് അല്ലേ? യെസ്, സെറ്റാണ്. സോ ആ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. മക്കളെ, രണ്ട് ട്രയാംഗിൾസിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് തിയറം അപ്ലൈ ചെയ്യാം? AA തിയറം അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് പറയാം? രണ്ട് ട്രയാംഗിൾസും സിമിലർ ആണെന്ന് എഴുതിക്കൂടെ? സോ നമ്മൾ എഴുതാൻ പോവാണ് ട്രയാംഗിൾ PQR സിമിലർ ടു ട്രയാംഗിൾ QRS. റീസൺ എന്താ? AA സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. സെറ്റ് ആണല്ലോ. ഇനി രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെങ്കിൽ നമ്മൾ സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എഴുതാം, ഇവിടെ നമുക്ക് PQ എടുക്കാം. ഈ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് PQ ഡിവൈഡഡ് ബൈ അതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ? ഇതേ ആംഗിൾ തന്നെയാണ്. മറ്റേ ട്രയാംഗിൾ, ചെറിയ ട്രയാംഗിൾ, ഈ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിൾ ഏതാ? അതേ ആംഗിൾ തന്നെയാണ്. സോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? QS. സോ PQ ഡിവൈഡഡ് ബൈ QS ഇസ് ഈക്വൽ ടു, ഇനി ശ്രദ്ധിക്കുക, വലിയ ട്രയാംഗിളിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്, 90 ഡിഗ്രി ഇതാണ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? PR. ഇതാണ് PR ആണ്. സോ PR ഡിവൈഡഡ് ബൈ ചെറിയ ട്രയാംഗിളിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? 90 ഡിഗ്രി ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ഏതാ? QR എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. മക്കളെ, ഞാൻ ചോദിച്ചോട്ടെ, PQ നമുക്കറിയാം 4 ആണ്. നമുക്കറിയാം എന്താണ്? 4 ആണ്. അപ്പൊ PQന് പകരം എനിക്ക് 4 കൊടുക്കാം. അപ്പൊ 4 ഡിവൈഡഡ് ബൈ അടി എന്താണത്? QS അല്ലേ? QS എനിക്ക് അറിയത്തില്ല. സോ QS തന്നെ എഴുതാം. ഇസ് ഈക്വൽ ടു എന്താടാ? PR ഡിവൈഡ് ബൈ PR ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ട് എത്രയാ? 5. സോ 5 ഡിവൈഡഡ് ബൈ then what? QR എവിടെ? QR എത്രയാ? QR ഈ ലെങ്ത് അല്ലേ? എത്രയാ? 3 ആണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ QS കണ്ടുപിടിക്കുക? സിമ്പിൾ ആണ്. ഇതും മൾട്ടിപ്ലൈ ചെയ്യാം, അതിനാ മേലത്തെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ QS is equal to 4 into 3 divided by 5. അത് അതിന്റെ ലോജിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ ന്യൂമറേറ്റർ ഇൻറ്റു രണ്ടാമത്തെ ഡിനോമിനേറ്റർ, അതായത് 4 into 3 ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ ന്യൂമറേറ്റർ ഇൻറ്റു ആദ്യത്തെ ഡിനോമിനേറ്റർ എന്ന ഫോർമാറ്റിൽ എഴുതാം, അഥവാ 5 into QS എന്ന ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണ് QS എന്താ വരിക? QS is equal to ഈ ഇവിടെയുള്ള 5 അങ്ങോട്ട് കൊണ്ടുപോവാ, ഇൻറ്റു 5 അപ്പുറം പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ബൈ 5 ആവും. സോ 4 into 3 ഡിവൈഡഡ് ബൈ 5, അഥവാ 12 ഡിവൈഡഡ് ബൈ 5 എന്നാവും. 12 ഡിവൈഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 5 ആണെങ്കിൽ ഒരു എളുപ്പ വഴി നാം പിടിച്ചോ. ഡിവൈഡഡ് ബൈ 5 എനി നമ്പർ ഡിവൈഡ് ബൈ 5 എന്ത് ചെയ്യുക? നമ്പറിനെ ഡബിൾ ചെയ്യുക, ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. 12ന്റെ ഡബിൾ 3 24. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. 2.4 സെന്റിമീറ്റർ ആണ് QS എന്ന് നമുക്ക് കിട്ടി. സെറ്റായി. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും, നമുക്ക് QS കിട്ടി, നമുക്ക് ഈ ബേസ് റേഡിയസ് കിട്ടി, ഇനി വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടുന്നത് ഹൈറ്റ് ആണ്. 1/3 πr² h കിട്ടണം, ഹൈറ്റ് കിട്ടണം. അപ്പൊ ഇതിൽ ഹൈറ്റ് കണ്ടുപിടിക്കണം, പിന്നെ ഇതിൽ ഹൈറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് രണ്ട് കോണിന്റെയും വോളിയം ഒന്ന് എഴുതാം. ടോട്ടൽ വോളിയം എത്ര വരിക? ടോട്ടൽ വോളിയം അടുത്ത പേജിലേക്ക് എഴുതണേ മക്കളെ. ടോട്ടൽ വോളിയം അല്ലെങ്കിൽ വോളിയം ഓഫ്, കാണുന്നില്ലേ? യെസ്, വോളിയം ഓഫ് ഡബിൾ കോൺ എന്താണ് വരിക? വോളിയം ഓഫ് ഡബിൾ കോൺ എന്ന് പറഞ്ഞാൽ എന്താ? മേലത്തെ കോണിന്റെ വോളിയം പ്ലസ് താഴത്തെ കോണിന്റെ വോളിയം. വോളിയം ഓഫ് കോൺ, ഏത് കോണാണ്? മേലത്തെ കോൺ എന്ന് പറഞ്ഞാൽ ഏത് കോണാ? മേലത്തെ കോൺ PQT. ഈ ഒരു കോൺ PQT പ്ലസ് വോളിയം ഓഫ് കോൺ താഴത്തെ കോൺ ഏതാ? RQT. സോ മക്കളെ പറഞ്ഞേ, വോളിയം ഓഫ് കോൺ PQT എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/3 into
പൈ ഇൻറ്റു ആർ സ്ക്വയർ. റേഡിയസ് എന്താ അവിടെ? റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യു എസ് ആണ്. നമുക്കറിയാം റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യു എസ് ആണ്. ക്യു എസ് എത്ര കിട്ടിയത്? 2.4. 2.4 സ്ക്വയർ 1/3 പൈ ആർ സ്ക്വയർ. എച്ച് ആണ്. അവിടെ എച്ച് എത്രയാ? മക്കളെ? ഈ ഒരു കോണിൽ ഹൈറ്റ് എന്താ നോക്കട്? ഹൈറ്റ് എന്താ? പി എസ് ആണ് ഹൈറ്റ് അല്ലെ? ഇതല്ലേ ഹൈറ്റ്? പി എസ്. സോ ഇൻറ്റു പി എസ്. അതാണ് എന്ത്? പി ക്യൂ ടി എന്ന മേലത്തെ കൊണ്ട വോളിയം എന്ന് പറയുന്നത്. അത് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടു. അതിനോട് എന്ത് ആഡ് ചെയ്യണം? താഴത്തെ കൊണ്ട വോളിയം ആഡ് ചെയ്യണം. താഴത്തെ കൊണ്ട വോളിയം എന്താ മക്കളെ? 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ. റേഡിയസ് എത്രയാ? 2.4 സ്ക്വയർ ഇൻറ്റു എച്ച്. ഹൈറ്റ് എത്രയാ? താഴത്തെ കൊണ്ട ഹൈറ്റ് എത്രയാ കാണാറുമാരെ? ഇതാണ് ഹൈറ്റ്. അതെത്രയാ? എസ് ആർ അല്ലെങ്കിൽ ആർ എസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 ടേംസ് നമ്മൾ ആഡ് ചെയ്യാണ്. രണ്ടിലും 1/3 പൈ ഇൻറ്റു 2.4 സ്ക്വയർ കോമൺ അല്ലേ? 1/3 പൈ ഇൻറ്റു 2.4 സ്ക്വയർ. അത് നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പുറത്തെടുത്താലോ? എടുക്കടാ പുറത്ത്. 1/3 ഇൻറ്റു പൈ ഇൻറ്റു 2.4 സ്ക്വയർ ഇൻറ്റു. അപ്പൊ ബ്രാക്കറ്റിൽ എന്ത് വരും? ഇത് മൊത്തം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആരാ ബാക്കിയുള്ളത്? ഫസ്റ്റ് ബ്രാക്കറ്റിൽ പി എസ് മാത്രം. പ്ലസ് സെക്കൻഡ് ബ്രാക്കറ്റിൽ അത് മൊത്തം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ആരാളത്? ആർ എസ് മാത്രം. ഓക്കെ, നമുക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈന്റെ വാല്യൂ എത്ര കൊടുക്കാൻ പറഞ്ഞ അവര് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? യെസ്, 3.14. സോ 1/3 ഇൻറ്റു 3.14 ഇൻറ്റു 2.4 സ്ക്വയർ ഇൻറ്റു ഈ സാധനം ആരാ? പി എസ് പ്ലസ് ആർ എസ്. ഫിഗർ നോക്ക്. പി എസ് പ്ലസ് ആർ എസ് അഥവാ ഈ ടോട്ടൽ ലൈൻ ആണത്. ടോട്ടൽ ലൈൻ ഏതാ? പി ആർ ആണത് അല്ലെ? അതായത് പി എസിനോട് എസ് ആർ അല്ലെങ്കിൽ ആർ എസ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പി ആർ എന്ന വലിയ ലൈനാ. പി ആർ എന്ന വലിയ ലൈനിന്റെ ലെങ്ത് എത്രയാടാ? 5 അല്ലേ? സോ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 5 എന്നങ്ങോട്ട് കൊടുക്കാം. സോ 1/3 ഇൻറ്റു 3.14 ഇൻറ്റു 2.4 സ്ക്വയർ ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 30.144 സെന്റിമീറ്റർ സ്ക്വയർ അല്ല, ക്യൂബ് ആണ്, കാരണം വോളിയം ആണ്. 30.144 സെന്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. കഴിഞ്ഞു മക്കളെ. കിഡിലൻ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോയിക്കൂടാ. സോ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു പച്ച ഹേർട്ട് ഇടുക, കമന്റ് ബോക്സിൽ ഒരു പച്ച ഹേർട്ട് ഇടുക, നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൊടുത്തേക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.